അതെന്താ കള്ളപ്പാട്ട്? ഇടയ്ക്ക് ചിലപ്പോ രാത്രിക്ക് ഇങ്ങനെ പണ്ടത്തെ പാട്ടുകൾ ഇങ്ങനെ എന്തൊക്കെയോ ഈ കുറത്തിപ്പാട്ട് പോലുള്ള അങ്ങനെയുള്ളതൊക്കെ പാടുമല്ല. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും പാട്ടപ്പം ഉണ്ടായിരിക്കും. കുറത്തിപ്പാട്ടൊക്കെ നമ്മള് കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ കുറത്തിപ്പാട്ടൊക്കെ പറയ ഞങ്ങളെ അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇന്ന് കള്ളപ്പാട്ടും കുറത്തിപ്പാട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ അത് രേവതി മോളുടെ ഒരു പാട്ട് ശ്രമിക്കാം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം. അരെ വാ, അടിപൊളി. ഇതാണോ ശ്രമിക്കെന്ന് പറഞ്ഞത്? നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാള് തന്നെയാണ്. അതേതാണ്? ഓക്കെ, അവരുടെ ഇംഗ്ലീഷുകാരുടെ ശാശ്വത ശൂഷണ പോലെ. അതിൽ നല്ല ഇവള് വീണ വായിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണുനീർ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെങ്ങോ മറഞ്ഞു. പാടി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പാടാൻ അറിയാന്ന്. എല്ലാവരും ഗായകരും കലാകാരന്മാരൊക്കെയാണ്. ചേച്ചിയുടെ ഒരു പാട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ, ഇല്ലേ? മോളും പാടാറുണ്ട്. അത് നമ്മളെ പറ്റിക്കുന്നതാന്ന് തോന്നുന്നു, അല്ലേ അങ്കിളെ? മോള് പാടാറില്ലേ? ഇല്ല. അപ്പൊ ഇനി കുറത്തിപ്പാട്ടുണ്ടോ? കുറത്തിപ്പാട്ടുണ്ടോ? വേറെ കുറത്തിപ്പാട്ട് അതിങ്ങനെ കാണാതൊന്നും അറിയില്ല. അതിന്റെ ഒന്നോ രണ്ടോ വരിയൊക്കെ ഇങ്ങനെ അറിയുന്നു. അപ്പൊ ഒരു 2 വരി പാടിക്കേ. കുറത്തിപ്പാട്ട് അത് നമ്മളിവിടെ അറിയണല്ലോ എന്താ. 2 വരി പാടിക്കൊടുത്തേ. 2 വരി പാട്. ത്രിഭുവനം നാടുതോറും നാടു നല്ല ദേശം കന്നി മുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി അന്നൊരു നാളക്കുറവൻ തന്നെ വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരുത്തൻ ഭക്തനായ നൽക്കുറവൻ വേട്ടുകൊണ്ട വേളെ ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴും ഒരു കാലം ഏകചക്രനെന്നും ഒരു ബാലനും പിറന്നു. അക്കുമാരൻ അപ്പൊ ഇഷ്ടത്തോടെ പട്ടണത്തിൽ വാഴുന്ന ഒരാളെ കുറിച്ചാണ് പാടിയത്. ഇവിടെ ഇഷ്ടമായിട്ട് നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഓക്കെ. അപ്പൊ മോളുടെ ഇംഗ്ലീഷ് പാട്ടുണ്ടോ? ഇല്ല. പാട്ടൊക്കെ പാടി നല്ലതാണ്. പാടും I want you to know that I'm never leaving, 'cause I miss the snow till death will be freezing. You are my home for the season, so come on. Let's go below zero and hide from the sun. I love you forever and we'll have some fun. Let's hit up the North Pole and live happily. Please don't cry, no tears, now it's Christmas, baby. My snowman and me. My snowman and me. ഓക്കെ. അപ്പൊ ആ ശ്ലാഷ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ, ആ ഒരു ആക്സെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു നല്ല അമേരിക്കൻ ഇംഗ്ലീഷിന്റെ ആക്സെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ എന്തായാലും പാടി. അപ്പോൾ സ്വർണ്ണമൊക്കെ നമ്മൾ വേറെ ഇത് കഴിഞ്ഞു. അപ്പൊ ചേച്ചി, നമുക്കൊന്ന് ഇപ്പൊ സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഭവമാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ വില കൂടിക്കൂടി വരികയാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ കയ്യിലുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്ത് തോന്നുന്നു? സ്വർണത്തിന് വില കൂടുന്നത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഒരു പൈസയുടെ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ സ്വർണത്തിന്റെ വില നമുക്ക് ഒരു അനുകൂലമായിട്ട് വരും.
പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.